ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെലക്ഷൻസ് വ്ളോഗ്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഇല്ലാതെ ഈ ഫേഷ്യൽ ചെയ്താൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് ക്ലെൻസിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഇവിടെ കോഫി പൗഡറാണ്. കോഫി പൗഡറും അതേപോലെ മിൽക്കാണ് എടുക്കുന്നത് കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കണം നമ്മുടെ മുഖം. കോഫി പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ പിമ്പിൾസ് ഉള്ള ആൾക്കാരത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ടിട്ട് മുഖത്തിട്ട് നന്നായിട്ട് ഉരയ്ക്കരുത്. കാരണം കുരുവിന് ഇറിറ്റേഷനായി പിന്നെ പിമ്പിൾസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഉള്ള ആൾക്കാർ അധികം ഉരയ്ക്കാതെ പതുക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ക്ലെൻസിങ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലിപ്പിലൊക്കെ നന്നായിട്ട് ഉരച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ ലിപ്പിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല റിസൾട്ട് ഉണ്ട്, നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എടുക്കുന്നത് സ്ക്രബാണ്. നിങ്ങൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഈ സ്ക്രബ് മൂക്കിൻ്റെ ഭാഗത്ത് നന്നായിട്ട് ഉരച്ചോളാം. കാരണം നല്ല സ്ക്രബാണ് കേട്ടോ അത്. പിന്നെ അപ്പോൾ നമുക്ക് സ്ക്രബിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. ഇപ്പോൾ സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കോഫി പൗഡറാണ്. അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റൈസ് ഫ്ലോറാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ലൂസുമാണ്, എന്നാൽ കുറച്ച് ഇതായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് വേണ്ടത് കേട്ടോ. അധികം കട്ടിയാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യണേക്കാളും മുമ്പ് നമുക്ക് മിൽക്കൊന്ന് വെച്ച് നമ്മുടെ മുഖം ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്ക്രബ് ചെയ്യും നല്ലൊരു സ്മൂത്ത്നെസ്സൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നോക്കുക. കണ്ണിൻ്റെ ഭാഗങ്ങളിലൊന്നും സ്ക്രബ് ചെയ്യാതിരിക്കുക കേട്ടോ. എന്നിട്ട് 10-15 മിനിറ്റ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് റിമൂവ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി റിസൾട്ട് ഉണ്ട്. കാരണം മുഖം കണ്ടാലേ അറിയാം നല്ല റിസൾട്ടാണ്. എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഈ ഒരു ഫേഷ്യൽ. അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഒരു ഫേസ് പാക്കാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് പാക്ക് ഇടാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ അവസാനിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടവർ ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടിയുടെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രാം ഫ്ലോറാണ്, അതായത് കടലമാവാണ് കേട്ടോ. അതിലേക്ക് പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ, നല്ലൊരു റിസൾട്ട് തരുന്ന ടൈപ്പ് ഒരു പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നിങ്ങളുടെ മുഖം ഡ്രൈ ആവാൻ തോന്നുകയെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ നമുക്ക് മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 15-20 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുക്കുകയാണ്. വാഷ് ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.